ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ആദ്യം നമ്മൾ ഇക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. പൊളിറ്റിക്കലി അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെല്ലാവരും ഈക്വൽ ആണെങ്കിലും സൊസൈറ്റിയിൽ ഇന്നിക്വാലിറ്റി ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ്? ഇപ്പോൾ പോവേർട്ടീൻ്റെ കാര്യത്തിൽ അല്ലേ, അതുപോലെ എക്കണോമിക്കലി, സോഷ്യലി, ഇങ്ങനെ പലതരത്തിലുള്ള ഇന്നിക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഡിസ്ക്രിമിനേഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഫ്രീഡത്തിൻ്റെ കാര്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫ്രീഡം ഇസ് ഗ്യാരണ്ടീഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന, നമുക്ക് ഉറപ്പ് തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന freedom. We usually come across new interpretation of the concept. For instance, the right to life is interpreted by courts to include the right of a livelihood. Nowadays, right to information has been granted to citizens through a new law. അതായത് ഈ ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റിന് ഓരോ കാലത്തും ഓരോ അഭിപ്രായങ്ങളാണ്. എന്താണ് ഫ്രീഡം? എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യമുള്ള അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ നിന്നുമുള്ള മാറ്റമാണ് സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല ഡെഫിനിഷൻ കൊടുക്കാം അല്ലെ. എനിക്ക് സ്വന്തമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള ഇതാണ് സ്വാതന്ത്ര്യം എന്ന് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഡെഫിനിഷൻ കൊടുക്കാം. അപ്പോൾ കോർട്ട്, അതായത് കോടതിയുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് വെച്ചാൽ ജീവിക്കാനുള്ള അവകാശമാണ്. നമുക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. റൈറ്റ് ടു ലൈഫാണ് ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നീട് അത് റൈറ്റ് ടു എ ലൈവ്ലിഹുഡ് എന്നുള്ള കാര്യത്തിലേക്കായിട്ട് മാറി. അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവരങ്ങൾ അറിയാനുള്ള അവകാശം. വിവരങ്ങൾ അറിയാന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ഉണ്ട്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് വിചാരിച്ചോ. നിങ്ങൾക്കൊരു ഒരു അപേക്ഷയും ഒരു 30 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് കിട്ടും. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ. അപ്പോൾ അത് പുതിയ നിയമം വഴി ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവകാശമാണ്. ഓക്കെ. Quite often the fundamental rights guaranteed by our constitution are amended and expanded over the time through judicial interpretations and government policies. There are meant to address new problems. Thirdly, as world changes fast, new dimensions as well as new threats, the freedom emerge. For example, the global communication technology facilitates activists to network another across the world, protecting tribal cultures of or forest. This is equally advantageous to terrorists and criminals. Similarly, the internet commerce, which is flourishing, has its own drawbacks. This means the information that furnished online to buy goods and services is to protect it. Otherwise, the information will be misused, causing the serious loss and damage to the persons and furnishing information. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വാലിറ്റി പറഞ്ഞു, രണ്ടാമത് ഫ്രീഡം പറഞ്ഞു, മൂന്നാമത്തെയാണ് ഇൻഫർമേഷൻ എന്നുള്ള കാര്യം അല്ലേ. ഇൻഫർമേഷൻ അത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ എന്നുള്ളത് അല്ലേ. ഇപ്പൊ പല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ന്യൂ സോഷ്യൽ മീഡിയാസ് വഴി ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അല്ലെ. ഈ അടുത്ത് തന്നെ എത്രത്തോളം വിവാദങ്ങളാണ് ആപ്പുകളെ പറ്റി ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ പല ആപ്പുകളും നിരോധിച്ചു, അതുപോലെ പല ആപ്പുകളും മറ്റേ ആപ്പുകളിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. കാരണം എന്താണ്? നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ കൺസേൺഡ് ആണ് അല്ലെ. അപ്പോൾ എത്ര അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. ഇപ്പം നമ്മൾ അറിയാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു. അപ്പം ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം ലോകം മാറുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളും മാറുന്നുണ്ട് അല്ലേ. പണ്ടുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും. പൊളിറ്റിക്കൽ തിയറി ഹാസ് മച്ച് ടു ഡു ടു അഡ്രസ് ദീസ് പ്രോബ്ലംസ് ആൻഡ് therefore it is relevant in present world. സോ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അത് ഇന്നത്തെ സമൂഹത്തിന് വളരെ റെലവൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റിംഗ് ഓഫ് എമിനന്റ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ആർ ഓൾസോ എക്സേർട്ട് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ സൊസൈറ്റി. അപ്പോൾ പല പൊളിറ്റിക്കൽ തിങ്കേഴ്സും സമൂഹത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, റൈറ്റിംഗ് ഓഫ് റുസോ ആൻഡ് വോൾട്ടയർ ആൻഡ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ഫ്രഞ്ച് റവല്യൂഷൻ. The influence of Marx and Lenin resulted in the establishment of socialism in many countries. അതായത് പല പ്രധാനപ്പെട്ട തിങ്കേഴ്സ്, പൊളിറ്റിക്കൽ തിങ്കേഴ്സ്,
പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വളരെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് എക്സാമ്പിളാണ് റൂസോ അതുപോലെ വോൾട്ടയർ. ഇവരുടെ റൈറ്റിങ്സ് കാരണമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ വിപ്ലവം തന്നെ നടന്നതെന്ന് പറയുന്നു. ഓക്കെ, റൈറ്റിങ്സ് ഓഫ് റൂസോ ആൻഡ് വോൾട്ടയർ ബിക്കം ദി സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഓരോ വിപ്ലവങ്ങളും ഓരോ റെവല്യൂഷനും ഉണ്ടാവുന്നത് എപ്പോഴാണ്? അതൊരു മാറ്റത്തിന്റെ സൂചനയായിട്ടാണ്. ഈ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ പ്രതികരിക്കുമ്പോഴാണത് റെവല്യൂഷനായിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരെ ബാധിക്കുമ്പോഴാണ് എന്താവുന്നത്? അതൊരു റെവല്യൂഷന്റെ ഫോമിലേക്ക് മാറുന്നത്. സമരങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിൽ നിന്ന് വിപ്ലവങ്ങളാവുമ്പോൾ അതിന്റെ മീനിങ് തന്നെ മാറി. അതുപോലെ തന്നെ കാൾ മാർക്സ്, അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് കാൾ മാർക്സ്. അതുപോലെ ലെനിന്റെ ഒക്കെ തിയറീസ്, അവരുടെ എന്താണ് തിങ്കിങ് ഇൻഫ്ലുവൻസസ് ആണ് സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ലോകം മാറിയത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ് ആൻഡ് ഹാവ് നോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഹാവിങ് പേഴ്സൺസ് ഓൾവേസ് എക്സ്പ്ലോയിറ്റിംഗ് ദി ഹാവ് നോട്ട് ക്ലാസ്. ഇപ്പൊ ഉള്ളവൻ എപ്പോഴും ഇല്ലാത്തവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതിൽ നിന്നുമാണ് സോഷ്യലിസം ഉണ്ടാവുന്നതും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാവുന്നതും. ഓക്കെ, so this is an age of interdependence among states. No state can exist today in isolation. Political science provides information about international law, international organizations and maintenance of world peace. അപ്പോൾ നമ്മുടെ ലോകം ഇപ്പൊ ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയാണ്, അല്ലെ? ലോകമേ തറവാട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയാണ്. അതായത് വേൾഡ് ഇസ് ഷ്രിങ്കിങ് ടു വൺ. ലോകം എന്ന് പറയുന്നത് ഒന്നിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പൊ എത്ര കൺട്രീസ് ഉണ്ടെങ്കിലും ഇപ്പൊ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ പല സാധനങ്ങളും പല രാജ്യങ്ങളോട് വാങ്ങിയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഓയിൽ എന്നുള്ളത് സൗദി അറേബ്യ പോലെയുള്ള UAE കൺട്രീസിനോട് വാങ്ങുന്നു. അതുപോലെ മറ്റ് വസ്തുക്കൾ, മെഡിസിൻസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു. ഇങ്ങനെ എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആർക്കും ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒറ്റക്ക് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. ഐസൊലേഷനിൽ നിൽക്കാൻ പറ്റില്ല. സോ പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് ഇന്റർനാഷണൽ ലോ, ലോക നിയമങ്ങളെ കുറിച്ച് നമുക്കൊരു അറിവ് തരും. ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ലോക രാജ്യ സംഘടനകൾ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ WHO, ILO, അങ്ങനെ FAO തുടങ്ങിയ ഒരുപാട് സംഘടനകളുണ്ട്, യുനെസ്കോ. അപ്പൊ ഇത്തരം സംഘടനകൾ എന്താണെന്ന് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിലൂടെ പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ മെയിൻ്റനൻസ് ഓഫ് വേൾഡ് പീസ്, ലോക സമാധാനം, അല്ലെ? യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകം, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കും നമ്മളെ നയിക്കും എന്നാണ് പറയുന്നത്. സോ പുട്ടിങ് പൊളിറ്റിക്കൽ തിയറി ഇൻ ടു പ്രാക്ടീസ്. പൊളിറ്റിക്കൽ തിയറി ഇൻ ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറീസ് എന്ന് പറയുന്നത് എന്താണ്? അത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ തിയറീസ് നടപ്പിലാക്കുമ്പോൾ എന്നാണ് ഇതിന്റെ അർത്ഥം. പുട്ടിങ് പൊളിറ്റിക്കൽ തിയറി ഇൻ ടു പ്രാക്ടീസ്. In this textbook, we confine ourselves to the aspect of political theory which deals with the political ideas such as freedom, equality, citizenship, justice, development, peace, secularism, nationalism, and so on. We cannot give a single definition to these concepts as in the case of mathematics. So we can find many definitions of equality, freedom, justice. Okay. അപ്പൊ ഇത്രയും നേരം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് പൊളിറ്റിക്കൽ തിയറി ഇൻ ടു പ്രാക്ടീസ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ടേംസ്, ഏതൊക്കെ ടേംസ്? ഇക്വാലിറ്റി, ഫ്രീഡം, സിറ്റിസൺഷിപ്പ്, ജസ്റ്റിസ്, ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഒന്നിനും നമുക്ക് ഒറ്റ വരിയിൽ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. എന്താണ് ഫ്രീഡം? നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ അതുപോലെ ഇക്വാലിറ്റി, എന്താണ് സിറ്റിസൺഷിപ്പ്, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രീഡം എന്നുള്ള ഒരു യൂണിറ്റ്, ഇക്വാലിറ്റി എന്നുള്ള യൂണിറ്റ്, അങ്ങനെ 10 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. മാത്സ് പോലെ ഒരു നിയമം ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ഏതും അങ്ങനെയല്ല. സോ in these terms, we refer to our relationship with human beings rather than the things. Human beings, unlike physical things, we have opinions on the issues like equality, freedom, justice, etc. And these options need to be understood and harmonized. Below you find a few instances of common experience of the concept
ഓഫ് ഇക്വാലിറ്റി അലോങ് വിത്ത് ദ ഡിഫറൻസ്. സോ ഇനിയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മാത്രമല്ല ഓരോന്നിനെ കുറിച്ച് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പൊ ശരിക്കും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്തത് ഈ പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? നമ്മൾ എന്തിന് പൊളിറ്റിക്കൽ തിയറി പഠിക്കണം? ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. സോ we often express this and their unwillingness to study political theories by certain questions. Do we study political theory? Is it more suited for politicians or bureaucrats? So ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. Okay, first of all, political theory is relevant for all the above target groups, as students are likely to choose any one of the above professions in future. So the political theories is indirectly relevant to them. അതായത് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. അതായത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാറ്റ് ആവുകയാണെങ്കിലും, ഇല്ലെങ്കിൽ ടീച്ച് ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊരു ലോയർ ആവുകയാണെങ്കിലും, ജഡ്ജ് ആവുകയാണെങ്കിലും, ജേർണലിസ്റ്റ് ആവുകയാണെങ്കിലും, ആക്ടിവിസ്റ്റ് ആവുകയാണെങ്കിലും, എന്താവുകയാണെങ്കിലും നിങ്ങൾ പൊളിറ്റിക്കൽ തിയറി അറിഞ്ഞിരിക്കണം. പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്രീഡം, ഇക്വാലിറ്റി തുടങ്ങിയ കൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഈ പൊളിറ്റിക്കൽ തിയറി വഴി നമ്മൾ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് റീസൺ എന്താണ്? സോ പൊളിറ്റിക്കൽ തിയറി ഈസ് റെലവെന്റ് ഫോർ all the above target groups, such as students are likely to choose any one of the above professions in future. Study of political theory is indirectly relevant to them. Secondly, we as citizens are entitled to vote and sometimes hold political offices. So, to act responsibly, one must have the basic knowledge of political ideas and institutions that shape the world. In present information society, we should be compelled to participate in various forums or offer our views on websites and polls. Only if we learn to be reasonable, we will be effective. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ആദ്യത്തെ എന്താണ് പറഞ്ഞത്? നാളെ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയാലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ജോബായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇനിയൊരു വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ 18 വയസ്സാവും. അപ്പം എന്താവും? നിങ്ങൾ പുതിയൊരു കോഴ്സ് എടുത്ത് ഒരു ജോലിയൊക്കെ ആയി വോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോകും. വോട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ഒരാളെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്കൊരു പാർട്ടി വന്നിട്ട് നമുക്ക് ഇക്വാലിറ്റി കിട്ടിയോ, ഡെവലപ്മെന്റ് ഉണ്ടായോ, ജസ്റ്റിസ് ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ബേസിക് നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ ഐഡിയാസ് വി ഷുഡ് ഹാവ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതുവഴി നമുക്ക് റീസണബിൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, the political ideas like freedom, equality, secularism are not abstract issues of our lives. We daily encounter discrimination of all sorts of families, school, shopping centers, and so on. We react to such discriminations and we want to get them readdressed. The political theory inspires to examine our ideas and feelings about political events. By just looking at the things more carefully, we became moderate in our ideas and feelings. അതായത് ഈ ഫ്രീഡം, ഇക്വാലിറ്റി, സെക്യുലറിസം, ഡെവലപ്മെന്റ് തുടങ്ങിയ കൺസെപ്റ്റുകൾ പഠിക്കുന്ന വഴി ഇത് വെറും ഒരു അബ്സ്ട്രാക്ട് തിങ്ക് അല്ല, നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ കൺസെപ്റ്റുകളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീഡം, ഇക്വാലിറ്റി ഒന്നും നമ്മൾ ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രീഡം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളോട് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളോട് പുറത്തു പോവണ്ട എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഫ്രീഡത്തിന് ഒരു സ്റ്റോപ്പേജ് ആണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീഡത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ ഇക്വാലിറ്റി, നിങ്ങൾക്ക് ബസ്സിൽ കാണാം അല്ലെ, സ്ത്രീകൾക്ക് സീറ്റ് പുരുഷന്മാർക്ക് ഉള്ളത്രയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതൊരു ഇക്വാലിറ്റീന്റെ പ്രോബ്ലം ആണ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ കാണുകയാണെങ്കിൽ, നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ, റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം.
അല്ലേ? അതെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഇതെന്റെ ഫ്രീഡത്തെ ഹേർട്ട് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ ഇതെന്റെ ഇക്വാലിറ്റീനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. So the finally, as students, we enjoy debates and discussions. We have opinion about what is right and wrong, but we do not know whether they are reasonable or not. When we enter to a discussion or a debate, we realize the need to be defend or not. Political theory provides ample opportunities for systematic thinking, and political ideas like justice and equality will help to polish our opinions and argue the informed manner. അതായത് ഇപ്പൊ നമ്മൾ ചർച്ചകളിൽ പങ്കെടുക്കും അല്ലെ, പല കാര്യത്തിലും നമ്മളുടെ വീട്ടുകളിലായാലും പൊതുസ്ഥലത്തായാലും ചർച്ചകൾ നടക്കും. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ കുറിച്ചായിരിക്കും ഡിസ്കഷൻ, അല്ലെങ്കിൽ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ചായിരിക്കും ഡിസ്കഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ പൊളിറ്റിക്കൽ തിയറി അറിഞ്ഞിരിക്കുന്ന വഴി നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഡിബേറ്റിൽ വേണ്ടി സംസാരിക്കാനൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ അതിനെക്കുറിച്ച് അറിയുന്ന വഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും കൂടി വേണ്ടി അതിൽ പറ്റും. സോ ദീസ് ആർ ദി റീസൺ ഫോർ സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങുന്നത് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ്. വാട്ട് ഈസ് ഫ്രീഡം ആൻഡ് ദ ഐഡിയ ഓഫ് ഫ്രീഡം ആൻഡ് വാട്ട് ആർ ദി കൺസ്ട്രെയിൻസ് ഓഫ് ഫ്രീഡം തുടങ്ങി ഫ്രീഡത്തെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് ഇക്വാലിറ്റി, അത് കഴിഞ്ഞിട്ട് സെക്യുലറിസം, ഇങ്ങനെ ഒരു 9 ചാപ്റ്റേഴ്സിൽ കൂടി നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.